കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയാണ് വെറും 21,000 രൂപ മുടക്കി ലക്ഷങ്ങൾ സമ്പാദിക്കാം. പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ജിയാണ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. This announcement was made with the support of India's Finance Minister Nirmala Sitharaman. ആദ്യ ഇൻവെസ്റ്റ്മെന്റായി 21,000 രൂപയാണ് മുടക്കേണ്ടത്. അടുത്ത മാസം മുതൽ 30,000 രൂപ തിരികെ കിട്ടിത്തുടങ്ങും. ഇങ്ങനെ 15 ലക്ഷം വരെ വർഷം സമ്പാദിക്കാം. ഇതൊരു സീക്രട്ട് ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ്. വളരെ പ്രചാരം വന്നിട്ടില്ല. ക്രിപ്റ്റോ കറൻസി അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപമാണ്. നിരവധി പേർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അവരുടെ റിവ്യൂ ഒക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണ തൃപ്തരാണ്. മിക്ക ദേശീയ പത്രങ്ങളുടെയും ടൈറ്റിൽ പേജിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നു. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യമുണ്ടെങ്കിൽ അത് സ്ഥിര നിക്ഷേപമായി ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നത് ഏകദേശം 7.5% പലിശയായിരിക്കും. പരമാവധി ഒരു വർഷം 1,600 രൂപ പലിശ കിട്ടും. പക്ഷേ നമ്മുടെ നിക്ഷേപം ഒരു വർഷം കൊണ്ട് 15 ലക്ഷം ഒക്കെ ആകുന്നത് അത്ഭുതം തന്നെ. അങ്ങനെയാണ് ഈ നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് റിസർവ് ബാങ്കിൽ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് അത് തികച്ചും തട്ടിപ്പാണെന്ന് മനസ്സിലായത്. റിസർവ് ബാങ്ക് ഗവർണറുടെ വീഡിയോ AI ഉപയോഗിച്ച് ഫേക്കായി തട്ടിപ്പിന് നിരന്തരം ഉപയോഗിക്കുകയാണ്. റിസർവ് ബാങ്ക് ഗവർണറുടെ വീഡിയോ മാത്രമല്ല, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖരുടെ വീഡിയോകളാണ് വ്യാജമായി തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് കരുതിയിരിക്കുക. റിസർവ് ബാങ്ക് ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതെല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ലീഗൽ പ്രിസം ഇത് പ്രസിദ്ധീകരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവർക്കെതിരെ കരുതിയിരിക്കുക. വീഡിയോ ഷെയർ ചെയ്യുന്നതിന് നന്ദി. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC.